Hello, good morning. Welcome back to MJ56, a new channel. പൊന്നമ്പിളി മേരി. രാവിലെ നമ്മുടെ പൊന്നമ്പിളി വീട്ടിൽ ഇന്നലെ നല്ല മഴയല്ലായിരുന്നു. മഴ കഴിഞ്ഞ് എങ്ങനെയാണ് എന്താ പറയാൻ, എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെയാണ്. നമ്മുടെ പൊന്നമ്പിളി വീട്ടിൽ നമ്മുടെ ടെറസിൽ എന്താ സംഭവിച്ചേ? വലിയ മഴയൊക്കെ അല്ലായിരുന്നു. ഹായ്, നമ്മളുടെ ഏർലി മോർണിംഗ്, നമ്മുടെ പ്രകൃതിയുടെ ഒരു ഭംഗി. എന്ത് മനോഹരമായിരിക്കുന്നു പ്രകൃതി. അണിഞ്ഞൊരുങ്ങി നിറച്ചും മനോഹരമായ വീടുകളെയൊക്കെ കൊണ്ട് ഇവിടെ നല്ല ഫുട്ബോൾ കളിക്കാം, മീറ്റിംഗ് ചെയ്യാം, ഫങ്ഷൻ ചെയ്യാം. പക്ഷേ ടോപ്പിലായതുകൊണ്ട് സൂക്ഷിക്കണം. ആൾക്കാർ കളിച്ച് ചിലപ്പം താഴേക്ക് ചാടിയാൽ പ്രശ്നം. അതുകൊണ്ട് പിന്നെ മുകളിലേക്കുള്ള വരവൊന്നും അങ്ങനെ ചെയ്തിട്ടില്ല. എങ്കിലും ഈ മനോഹര ദൃശ്യം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി പകർത്താൻ വേണ്ടിയാണ് ഞാൻ അതിരാവിലെ വേറൊന്നും ചെയ്യുന്നതിന് മുമ്പ് ഇവിടെ കയറിയത്. നമുക്ക് ഈ ചുറ്റുവട്ടമുള്ള ആൾക്കാരെ എല്ലാ വീടുകളും കാണാമല്ലോ. മെയിനായിട്ട് ഞാൻ കയറിയത് എന്താണെന്നോ, തേങ്ങ ടെറസിൽ വീണോ എന്നറിയാനാണ്. അപ്പോൾ നമുക്ക് തേങ്ങയുടെ അടുത്ത് പോകാം. തെങ്ങിൻ്റെ അടുത്ത്. എൻ്റെ തെങ്ങ്, നീ നല്ല ഗുഡ് ഗേളാണ്, പക്ഷേ തേങ്ങ എനിക്ക് തീർന്നിരിക്കുവാണ്. പൈസ കൊടുത്ത് വാങ്ങുന്നു. നിൻ്റെ തെങ്ങ് നിറച്ച് തേങ്ങയുണ്ട്, ഉണങ്ങി നിൽക്കുന്നു. എപ്പോഴാണ് ഇത് താഴേക്ക് വീഴുക എന്ന് പറയാൻ പറ്റില്ല. തേങ്ങ പറിക്കുന്ന ആൾക്കാർ ഇന്നും പറിക്കുന്ന ആളെ കാണുന്നില്ല. അയാൾക്കൊരു സമയമാകുമ്പം വരും. പക്ഷേ അന്നേരത്തിന് ആ തേങ്ങയെല്ലാം വീണ് തീരും, ഉണങ്ങി നിൽക്കുക. ആരുടെയും തലയെ വീഴാണ്ടിരുന്ന. ചിലർ പറയുന്നു തോട്ടിയിട്ട് പറിക്കൂ. തോട്ടിയിട്ട് പറിക്കാൻ പോയാൽ നമ്മൾ താഴെ വീഴും. പിന്നെ അല്ലെങ്കിൽ നീളം തോട്ടിയിൽ ഒരു ഉന്ത് കൊടുക്കുക. എനിവേ, സ്വന്തം വീട്ടിൻ്റെ മുറ്റത്ത് തെങ്ങുള്ളത് നല്ലതാണ്. ഉണങ്ങി നിന്നാൽ ഇപ്പം തെങ്ങ് പറിക്കാനാണ് അതിലും ബുദ്ധിമുട്ട്. തെങ്ങ് ഇങ്ങനെ വന്ന് വളഞ്ഞു പോയി അവിടെ എത്തിയപ്പോൾ അല്ലേ. അപ്പോൾ ഈ തെങ്ങിനെ വെട്ടിക്കളയണം എന്നൊക്കെ വിചാരിച്ചിരിക്കുവാണ്. ഇത് ഈ വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് നിൽക്കുന്നത്. അപ്പോൾ അതിന് കുറേ പേര് പറയുന്നു അത് നല്ലൊരു തെങ്ങാണ്, അത് വെട്ടിക്കളയരുത്, നിറച്ചും തേങ്ങയുണ്ടായിരുന്നതല്ലേ, എല്ലാം നിങ്ങൾ പറിച്ചു കളഞ്ഞ് കുഴപ്പമില്ല. പക്ഷേ ഇതൊരു ഭീഷണിയാണ്. വെട്ടിക്കളയാനും മനസ്സില്ല, വെട്ടണമെന്നും മനസ്സുണ്ട്. നോക്കാം. ഏതെങ്കിലും ഒരു ചെറിയ കുട്ടിത്തെങ്ങ് വലുതാകുമ്പോഴത്തേക്കും ഇതിനെ നശിപ്പിക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് നോക്കിയാൽ അതിദാരുണമായ, ഓ മൈ ഗോഡ്, നോക്കട്ടെ എൻ്റെ ഈ മുകളിൽ നിന്ന് താഴേക്കുള്ള വ്യൂ. ഈ വാഴത്തോട്ടമാണ് എൻ്റെ കോർണറിലുള്ളത്. ഫ്രണ്ട് വടക്ക് കിഴക്കേ മൂലയിൽ ഒരു കൂട്ടം പൂവൻ വാഴക്കുല. അത് എല്ലാ വാഴക്കുലയും വാഴയും കുലച്ച് കഴിയുമ്പോൾ ഞാൻ അതിനെ വെട്ടി നശിപ്പിക്കുന്നതായിരിക്കും. ആ ഏരിയ ക്ലീനാക്കി സൺലൈറ്റ് കടത്തി വിടും. പിന്നെ ഇപ്പുറത്തെ തെക്ക് കിഴക്കേ മൂലയിൽ മാവും പിന്നെ ഒരു ശ്രീലങ്കൻ കുള്ളനുമൊക്കെയുണ്ട്. പിന്നെ അവിടെ പോർച്ച് ഇടുന്നുണ്ട്, പോർച്ച് വരും. അപ്പം പിന്നെ അവിടെ വേറൊരു കവറേജാണ്. അപ്പോൾ പ്രകൃതിയുടെ എല്ലാ ഭംഗിയും ഇവിടെ നിന്ന് നമ്മൾക്ക് ശോഭ സിറ്റി വരെ ഇവിടെ നിന്നാൽ കാണാം. പ്രകൃതിയിലെ എല്ലാ ഭംഗികളും. ഏതായാലും പ്രകൃതി നല്ല കൂളിങ്ങായി. ഈ ചെടികളും വൃക്ഷത്തൈകളും എല്ലാം നടേണ്ടവർക്ക് നല്ല സൗകര്യമായിട്ട് നടാം. അപ്പോൾ ഓക്കെ. ഇനിയിപ്പോൾ രാവിലെ
കിങ്ങിണി വിളിക്കാൻ തുടങ്ങി. വരൂ, എന്നെ തീറ്റാൻ കൊണ്ടുപോകൂ, എന്നെ മേയ്ക്കാൻ വിടൂ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ നല്ല ടെക്നിക്കല്ലേ. ഇത് ദീപക്കിൻ്റെ എക്സർസൈസ് ഏരിയയാണ്, ജിം. ഇവിടെ ജിമ്മിൻ്റെ ഏരിയകളാണിത്. നല്ലതാണ് രാവിലെ ഒരു എക്സർസൈസും മറ്റു കാര്യങ്ങളുമൊക്കെ ചെയ്താൽ. അപ്പോൾ ഇവിടെ ശല്യപ്പെടുത്തുന്നില്ല. എൻ്റെ ഇവിടുത്തെ ചെടികളെല്ലാം രാവിലെ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിടണം. വീടിൽ ജനലുകളും വാതിലുകളും ഒക്കെ തുറന്നിട്ടാൽ നല്ല പ്രകാശം വീട്ടിൽ കയറി വരട്ടെ. നല്ല ക്ലൈമറ്റല്ലേ. പഠിക്കേണ്ട കുട്ടികൾ ഇവിടെ ഇരുന്ന് പഠിക്കാൻ വേണ്ടിയാണ് ഇത് വെച്ചിരിക്കുന്നത്. നല്ല സുഖമായിട്ടിരുന്ന് പഠിക്കാം. ചെടികളൊക്കെ വളർന്നു വരണം. പിന്നെ പൂക്കളും ചെടികളും ഒക്കെ. എനിവേ, പ്രകാശം കടന്നു വരട്ടെ. അപ്പോൾ പിന്നെ ഇനി കിങ്ങിണി പറയുന്നു, എന്നെ ഒന്ന് കൊണ്ട് അഴിച്ച് മേയാൻ വിടൂ, എനിക്ക് ഏർലി മോർണിംഗിൽ പോകണം എന്നുള്ള കാര്യം അറിയില്ലേ അമ്മേ എന്നാണ് കിങ്ങിണി ചോദിക്കുന്നത്. ഓ, എന്താല്ലേ. അപ്പോൾ കിങ്ങിണീനെ നമ്മുടെ ചെടികൾക്കെല്ലാം ഒരു എന്താ പറയുക, സന്തോഷമായി. എല്ലാവർക്കും സന്തോഷമാകട്ടെ. ചെടികൾ പയർ പോകുന്ന പോക്കുണ്ടോ. മഴ പെയ്തുകൊണ്ട് എല്ലാവർക്കും വളരെ സന്തോഷം. വലിയ മുളകായോ, പച്ചമുളക്. അപ്പോൾ അങ്ങനെയാണ് നമ്മളുടെ ഹായ്. പപ്പായ വേഗം വളരൂ കേട്ടോ, വേഗം ഫ്രൂട്ടാകൂ പപ്പായേ, മുരിങ്ങ വളരട്ടെ. ഇവിടെ ഒരാൾ നോക്കി പ്രാന്ത് പിടിച്ച് നിൽക്കുന്നുണ്ട്, എന്നെ കൊണ്ടുപോകൂ തീറ്റാൻ. എന്തേ കിങ്ങിണി രാവിലെ കിസ് ചെയ്യുന്നു. എന്താ കിങ്ങിണി വാ 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 വരൂ. വന്നു കഴിഞ്ഞാൽ ഒരു പോക്കുണ്ട്. വാ. എല്ലാം നട്ട സാധനം തിന്നണം, അതാണ്. പിന്നെ വരൂ, ഓടൂ. റൂട്ട് ആ സൈഡ്, അങ്ങോട്ട് നടക്കൂ. ആ സൈഡ് കൂടെ വിടാത്തത് എന്താണെന്ന് ചോദിച്ചാലേ, ആ സൈഡ് കൂടെ പോയാൽ തേങ്ങാ തലയിൽ ഇവിടെ ഭക്ഷിക്കാൻ വല്ലതും ഉണ്ടോ അമ്മേ എന്നാണ്. ഇത് അമ്മ ഇതാ തിന്നു, രാവിലെ തന്നെ തിന്നു. രാവിലെ മേശ, അവളുടെ ഡൈനിങ് ടേബിളാണ് കിങ്ങിണി. ഇത് കിങ്ങിണിയുടെ ഡൈനിങ് ടേബിളാണ് കേട്ടോ, സ്പെഷ്യലി മെയ്ഡ് ഫോർ കിങ്ങിണി. കിങ്ങിണിയുടെ ഡൈനിങ് ടേബിളിൽ എന്തെങ്കിലും ഫുഡ് ഉണ്ടാവും, അത് കഴിച്ചിട്ട് വരാനാണ്. കമോൺ. വരാനും പോകാനും ഒക്കെ എന്താ മടി. നമ്മുടെ എർട്ടിഗയ്ക്ക് വീട് ഒരുങ്ങുന്നുണ്ട്. എർട്ടിഗ 2 ദിവസം കൂടെ മഴ നനയേണ്ടി വരും. അപ്പോൾ എർട്ടിഗയ്ക്ക് വീടാകും. വീട് മീൻസ് പോർച്ച് കേട്ടോ. അത് വർക്ക് ഈസ് ഇൻ പ്രോഗ്രസ്. വരൂ. പണി സാധനങ്ങളെല്ലാം അവിടെ വെച്ചിരിക്കുന്നു. വീടിൻ്റെ പെയിൻറ്റിന് ചേർന്ന ഷീറ്റിടുന്നതാണ് നല്ലത്. അവർ ഏത് കളറാണ് ഇടാൻ പോകുന്നത്. ഇതൊരു വൈറ്റിഷ് വീടാണ്.
വൈറ്റ് ഹൗസിന് ചേരുന്നത് കിങ്ങിണി വരൂ. വൈറ്റ് ഹൗസിന് ചേരുന്നത് ഏത് കളറാണ്? ഗ്രീനാണോ, യെല്ലോ ആണോ, അല്ലെങ്കിൽ വൈറ്റ് തന്നെയാണെങ്കിൽ ഒന്നും കൂടെ നല്ല പ്രകാശം കിട്ടിയേനെ. ഇവിടെ പഞ്ചായത്ത് വെള്ളം പൈപ്പിൽ നിന്ന് ലീക്ക് ചെയ്ത് വീഴുന്നതാണിത് കേട്ടോ. അപ്പം നമ്മുടെ കൃഷികളെല്ലാം ഇനി ഉഷാറാവും. ദിസ് ഈസ് മൾബറി. ഇത് മൾബറിയാണ്, ഏറ്റവും ഹെൽത്തി. ഉള്ളിലൊരു അബിയു വേണ്ട, കപ്പ. മൾബറി എല്ലാ ആൾക്കാർക്കും, വൃദ്ധജനങ്ങൾക്കും മൾബറി നല്ലതാണ്. ഡയബറ്റിക് പേഷ്യൻസിനും കുട്ടികൾക്കും എല്ലാം മൾബറി കഴിക്കുന്നത് നല്ലതാണ്. അപ്പം എല്ലാവരുടെയും വീട്ടിലെ തൊടിയിലൊരു മൾബറി മസ്റ്റായിട്ട് വളർത്തിയാൽ നല്ലത്. ഇന്നലെ ഞാനെന്താ ചെയ്തതെന്നോ, ഈ ലൈനിലെ മണ്ണിങ്ങനെ കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു കുസൃതി തോന്നി. ആ മണ്ണെല്ലാം കൂടെ ഇങ്ങനെ ഞാനൊരു കൂന പോലെ കൂട്ടി അതിൽ കൊണ്ടേ ഒരു കപ്പയുടെ കോല് നാട്ടി വെച്ചിട്ടുണ്ട്. അത് മഴ പെയ്തുകൊണ്ട് ഈ കപ്പ പിടിച്ചാൽ നല്ലത്. എന്താണെന്ന് ചോദിച്ചാൽ കപ്പയ്ക്കൊക്കെ നല്ല വിലയല്ലേ. നല്ല മനോഹരമായൊരു ഊഞ്ഞാൽ. എന്നൊക്കെ ചെടികൾ പ്രകൃതിയിലെ മനോഹര ദൃശ്യങ്ങൾ കണ്ട, ഇരിക്കാൻ ഊഞ്ഞാലൊക്കെ. ഇതാണ് കിങ്ങിണിയുടെ റൂട്ടിലെ വീടുകൾ, നൈബേഴ്സ് വീടുകളാണ് ഇതൊക്കെ. മുരിങ്ങ അതുപോലെ തന്നെ മുരിങ്ങ ഏറ്റവും നല്ലൊരു ഫ്രൂട്ടാണ്. എല്ലാവരും മുരിങ്ങ കഴിക്കുക. കിങ്ങിണി ഡാൻസ് തുടങ്ങി. കിങ്ങിണി ഇങ്ങനെ കഴുത്താട്ടുന്നത് എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാശാരി പറഞ്ഞതാ, ഈ ഭൂമിയും ആകാശവും എൻ്റേതാണ്, ഇത് മൊത്തം എൻ്റേതാണ് എന്നാണ് ഇവൾ പറയുന്നത്. താഴ്ഭാഗവും മുകൾഭാഗവും എല്ലാം എൻ്റേതാണ് എന്നാണ് ഇവൾ പറയുന്നത്. കിങ്ങിണിക്ക് മേച്ചിൽ സ്ഥലമാണിത്. നല്ല പുല്ലുകളെല്ലാം കിളുത്ത് വരുന്നുണ്ട്. കിങ്ങിണിയുടെ മേച്ചിൽ സ്ഥലം. ഇനി ഈ മേച്ചിൽ സ്ഥലത്തിൽ ഒന്ന് ഇവളെ പിടിച്ച് കെട്ടി വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് അവൾ ചെയ്യുന്നത് കണ്ടില്ലേ. ഇവൾക്ക് മഹാകുരുത്തക്കേടാണ്. എനിവേ, ഇവളുടെ മേച്ചിൽ സ്ഥലം പുല്ലുകളെ കൊണ്ടൊക്കെ നിറഞ്ഞു. ഇനി ഇവൾക്ക് തിന്നാൻ കുഴപ്പമില്ലാണ്ടായി പുല്ലുകളായിട്ടുണ്ട്. ഓഹോ, പുല്ല് തിന്നോളൂ. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സബ്സ്ക്രൈബ്. എല്ലാവരും ലൈക്ക് തരിക, പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് മുതൽ നല്ല ലോങ് വീഡിയോസൊക്കെ ഇടുന്നതായിരിക്കും. ഓക്കെ, ബൈ. എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിച്ചുകൊണ്ട് പൊന്നമ്പിളി യൂട്യൂബ് ഇവിടെ ഇന്നത്തെ മോർണിംഗ് ഹഡിൽ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, താങ്ക് യു. മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ. ഫ്രണ്ട്സിനോടും പറയുക.